ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റൈമ അവളുടെ അമ്മയോട് ഇന്ന് എത്രയാ ഡേറ്റ്, രോഹിത് എവിടെ, എനിക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവളുടെ അമ്മ ഇന്ന് സെപ്റ്റംബർ 26 4 വർഷമായി നീ കോമയിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റൈമയ്ക്ക് രോഹിത്തിനെ കാണണമെന്ന് പറയുമ്പോൾ അവളുടെ അമ്മ അതിനെ സമ്മതിക്കുന്നില്ല. പിന്നെ രോഹിത്തിൻ്റെ വീട്ടിൽ വീണയുടെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അതിനുശേഷം രോഹിത് സോനയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവനോട് പറഞ്ഞതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പുഷ്പിച്ച ഷർട്ടാവും ഇട്ടിട്ടുണ്ടാവുക. അത് കണ്ട് സോന അവൻ കാണാതെ തിരിഞ്ഞു നിന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ സുമൻ അവിടേക്ക് വന്നതും രോഹിത് ആളുടെ കാലിൽ വീണിട്ട് സോന തലേ ദിവസം പറഞ്ഞു കൊടുത്തതുപോലെ ജയ് മാതാറാണി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുമൻ ഇത് കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അവനോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞതും ഏയ് അത് പറ്റില്ല, നിങ്ങൾ ഇരുന്നിട്ടേ ഞാൻ ഇരിക്കൂ എന്ന് സുമനോട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഇവൻ എന്താ വട്ടായോ എന്ന എക്സ്പ്രഷൻ ഇട്ടിട്ട് സുമൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കറിയില്ല സോന പറഞ്ഞിട്ടാണ് അവൻ ഇമ്മാതിരി കോപ്രായങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. പിന്നെ ഓരോ 5 സെക്കൻഡിലും സോന പറഞ്ഞതുപോലെ അവൻ ജയ് മാതാറാണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പ്രതീക് വന്നിട്ട് അവൻ്റെ കോലം കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ സോന ആണെങ്കിൽ ഓരോ 5 സെക്കൻഡിലും ജയ് മാതാറാണി എന്ന് പറയാൻ വേണ്ടി അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ സുമൻ കിച്ചണിലേക്ക് കോഫി ഉണ്ടാക്കാൻ പോകുമ്പോൾ രോഹിത് തടയുന്നുണ്ട്. അപ്പോൾ സുമൻ, ഞാൻ എൻ്റെ അടുക്കളയിൽ കയറുന്നതിന് നീ എന്തിനാ എന്നെ തടയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അവന് മറുപടി ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ സോന പറഞ്ഞത് ഓർത്തിട്ട് കഥ പറയാൻ തുടങ്ങാണ്. ഒരിത്തിലൊരുത്തില് ഞാൻ ജനിക്കുന്നതിന് മുന്നേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സോനയ്ക്കും പ്രതീകിനും ചിരി അടക്കി പിടിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവർ നിർത്താതെ തന്നെ ചിരിക്കുകയാണ്. അപ്പോൾ സുമനും രോഹിത്തിനും ഇത് അവളൊരുക്കിയ കെണിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ രോഹിത് കൈകൂപ്പിയിട്ട് ജയ് മാതാറാണി എല്ലാം മനസ്സിലായി എന്ന എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും രോഹിത് സുമനോട് സംസാരിക്കുകയാണ്. അപ്പോൾ സുമൻ സോനയെ വിവാഹശേഷം അവളുടെ ജോലിക്ക് വിടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് അതിനെന്താ, അവൾ പൊക്കോട്ടെ, എൻ്റെ വീട്ടിലാർക്കും അതിനൊന്നും എതിർപ്പില്ല എന്ന് പറയാണ്. അങ്ങനെ ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് രോഹിത്തിൻ്റെ അച്ഛൻ നരേൻ സോനയെ തൻ്റെ മരുമകളായി അംഗീകരിക്കാൻ പറ്റില്ല, ഒരു TV സീരിയൽ ആക്ട്രസ് ആണ് അവൾ. അപ്പോൾ ഇവിടെ വന്നാൽ ഈ ന്യൂസുകാരും മീഡിയക്കാരും നമ്മളെ വിട്ടു പോകില്ല, അത് വലിയ ശല്യമാണെന്ന് വീണയോട് ആൾ പറയുന്നുണ്ട്. പിന്നെ രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുമൻ സോനയോട് അവനെ യാത്രയാക്കാൻ പറയാണ്. അപ്പോൾ സോന അവൻ്റെ ഒപ്പം പോകുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രോഹിത് സോനയോട് ഇന്ന് എന്നോട് നീ ചെയ്തതിനുള്ള പ്രതികാരം ഞാൻ എന്തായാലും നിന്നോട് വീട്ടിയിരിക്കുമെന്ന് പറയാണ്. എന്നിട്ട് അവൻ പോകാതെ അവിടെ തന്നെ നിൽക്കുമ്പോൾ അവൾ അവനെ ഉന്തി തള്ളിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ പുൽക്കീത്ത് രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇൻറ്റേൺഷിപ്പിന് പോകുമ്പോൾ രോഹിത് അവിടെ സോനയ്ക്കുള്ള റിങ് സെലക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുൽക്കീത്തിനോടും അവൻ അഭിപ്രായം ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇത് നല്ല റിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു റിംഗ് അവൻ അവൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റൈമ അവളുടെ അമ്മ അറിയാതെ ഒരു ടാക്സി വിളിച്ച് സിപ്പി മാൻഷനിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സോന രോഹിത്തിനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ എന്താ ഗിഫ്റ്റ് കൊടുക്കുക എന്ന് ചോദിക്കുമ്പോൾ അവൻ അവൾക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് നീ ഒരു റൈസ് കുക്കർ മേടിച്ചു കൊടുത്തോ, അത് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സോന റൈസ് കുക്കറോ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അത് നല്ല ഇഷ്ടമാണ്, നീ അത് തന്നെ കൊണ്ടുവന്നാൽ മതി എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ മനസ്സിലെ നീ എനിക്ക് നല്ല ഒരു പണി തന്നില്ലേ, അപ്പോൾ ഇത് അതിനുള്ള പ്രതികാരമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിപ്പി മാൻഷനിലെ വീണയുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ അവിടേക്ക് സോനയും സുമനും എല്ലാവരും വരുന്നുണ്ട്. പിന്നെ റൈമ പോയിക്കൊണ്ടിരുന്ന കാറ് വഴിയിൽ വെച്ച് നാശാവുന്നുണ്ട്. അപ്പോൾ അതുവഴി പോയിക്കൊണ്ടിരുന്ന സുമിത്ത് ഇത് കണ്ടിട്ട് അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ സോന അവൾ കൊടുക്കുന്ന ഗിഫ്റ്റ് വീണയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു റൈസ് കുക്കറാവും. ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട്. രോഹിത് ആണെങ്കിൽ നിന്ന് ചിരിക്കുകയാണ്. പക്ഷേ സോന അതിൻ്റെ ഉള്ളിലാണ് ശരിക്കുള്ള ഗിഫ്റ്റ് എന്ന് വീണയോട് പറയുമ്പോൾ വീണ അത് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിഗ്രഹമാവും. അപ്പോൾ ഇത് കണ്ടിട്ട് രോഹിത് ഞെട്ടാണ്. അപ്പോൾ ശരിക്കും രോഹിത്തിൻ്റെ പ്ലാന് അവിടെ ഏറ്റിട്ടില്ല. അപ്പോൾ സോന എല്ലാവരോടും ഈ രോഹിത്താണ് എനിക്ക് ഈ റൈസ് കുക്കറിൻ്റെ ഐഡിയ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങളെ എനിക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷേ നിങ്ങൾക്കൊന്നും എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ രോഹിത്തും സോനയും തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് അവൻ മേടിച്ച റിങ് സോനയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ അങ്ങോട്ട് റൈമ കയറി വരികയാണ്. അപ്പോൾ ഇത് കണ്ട് രോഹിത്ത് ഞെട്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നിരുന്ന ആ റിങ് നിലത്തേക്ക് ഇട്ടിട്ട് റൈമയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ റൈമ എണീച്ചിട്ട് ഈ സോനാക്ഷി എന്താ ഇവിടെ, ഇവളാണ് എൻ്റെ ജീവിതം തകരാൻ വേണ്ടി കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നടന്ന എല്ലാ സംഭവങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്.
4 വർഷത്തിന് മുൻപ് വീണയുടെ ബർത്ത്ഡേ ദിവസം ആ സെലിബ്രേഷന് വരാൻ വേണ്ടി നിന്ന റൈമയുടെ അടുത്തേക്ക് അവളുടെ ഫ്രണ്ട് വന്നിട്ട് ബോയ് ഫ്രണ്ട് അവളെ ചതിച്ചതും സോനാക്ഷി എന്ന സീരിയൽ ആക്ട്രസിനെ ആൾ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും സോനാക്ഷിയോട് വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് റൈമ അപ്പോൾ തന്നെ സോനാക്ഷിക്ക് കോൾ ചെയ്തിട്ടുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം സോനയോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അന്നാണ് സോനാക്ഷിയുടെയും കരണിൻ്റെയും എൻഗേജ്മെൻറ്റ് നടക്കേണ്ടിയിരുന്ന ദിവസം. അപ്പോൾ അന്ന് കരൺ റൂമിലേക്ക് വന്നിട്ട് നോക്കുമ്പോൾ അവിടെ റൈമയാവും ഉണ്ടാവുക. അപ്പോൾ റൈമയെ അവൻ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ റൈമ കാല് തെന്നി പുറത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടേക്ക് വന്ന സോന കണ്ടിട്ടുണ്ടെന്നും അപ്പോൾ റൈമ അവളോട് ഒരുപാട് സഹായം ചോദിച്ചു. പക്ഷേ സോനാക്ഷി ഒരു തരി സഹായം പോലും എനിക്ക് ചെയ്തില്ല എന്നൊക്കെ റൈമ രോഹിത്തിനോടും അവിടെ നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സോന നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്ന് സുമൻ എൻ്റെ മോൾക്കുണ്ടായതൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ റൈമ അവിടെ തല കറങ്ങി വീഴാണ്. അപ്പോൾ സോന പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ രോഹിത്ത് നീ പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് റൈമയെ അവൻ കൊണ്ടുപോകുന്നുണ്ട്. സോനാക്ഷിയെ ദേഷ്യത്തോടു കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ സോന അവിടെ ഇരുന്ന് കരയാണ്. അങ്ങനെ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.